നോക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ചുരുങ്ങിയ ഒരു വൈഷ്ണവിസത്തിലേക്ക് അല്ലെങ്കിൽ ചുരുങ്ങിയ ഒരു ജൈനിസത്തിലേക്ക് ഒതുങ്ങിപ്പോകരുത്. സനാതനധർമ്മം അതിവിപുലമാണ്. അവിടെ ശാക്തേയന് സ്ഥാനമുണ്ട്, അവിടെ വൈഷ്ണവന് സ്ഥാനമുണ്ട്, അവിടെ വേടന് സ്ഥാനമുണ്ട്. ആ വേടൻ ഉപദേശിച്ച വ്യാധഗീത നമുക്ക് പ്രമാണമാണ്. തപസ് ചെയ്ത് കഴിഞ്ഞ, കാട്ടിൽ തപസ് ചെയ്ത് കഴിഞ്ഞ, സകല സിദ്ധികളും കരസ്ഥമായി എന്ന് അഭിമാനിച്ച ബ്രാഹ്മണകുമാരൻ തത്വോപദേശത്തിന് പോയത് വ്യാധൻ്റെ അടുത്താണ്. ആ വ്യാധൻ ഇറച്ചിക്കച്ചവടം കഴിയുന്നത് വരെ അവിടെ വ്യക്തമായി വ്യാസഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മഹിഷം, വരാഹം എന്നിവയുടെ ഇറച്ചിയായിരുന്നു വിറ്റത്, പന്നിയുടെയും പോത്തിൻ്റെയും. ഈ ഇറച്ചി വിൽപ്പന കഴിഞ്ഞിട്ടേ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുള്ളൂ. നീ എന്താ വന്നേ? ഞാനൊരു ഉപദേശത്തിനാണ്, എന്നാൽ അവിടെ നിൽക്കി വീട്ടിൽ പോകുമ്പോൾ ഒന്നിച്ച് വന്നോളൂ. ഇങ്ങനെ ക്രമികമായി ഉപദേശത്തിൻ്റെ ആധിക്യം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രം, ഞാൻ മനസ്സിലാക്കിയത് മാത്രം ശരി എന്നുള്ളത് കാണാതെ, സനാതനധർമ്മം എന്ന് പറഞ്ഞത് വിപുലമാണ്. അവിടെ ഹിംസയുമുണ്ട്, അഹിംസയുമുണ്ട്. ശത്രുവിൻ്റെ ശിരസ് തൂക്കിപ്പിടിച്ച് അതിലൂടെ രക്തം ഒലിച്ചു കൊണ്ടിരിക്കുന്നതിനെ മറ്റൊരു കൈകൊണ്ട് തടുത്ത് നിർത്തുന്ന ദേവിയാണ് ഞാൻ പൂജിക്കുന്നത്. ആത്മന പ്രതികൂലാനി എന്ന് പറഞ്ഞ് പരേഷാന്ന സമാജരെ എന്ന് പറഞ്ഞാൽ ആ അസുരനെ കൊല്ലാൻ പാടില്ല. ഈ പ്രപഞ്ചത്തിന് നാശകരമായ വൃത്തിയെ ചെയ്യുന്ന അസുരനെ കൊല്ലുന്ന ദേവിയെയാണ് ഞാൻ പൂജിക്കുന്നത്. മറ്റത് എന്തുണ്ടാവും? ശുദ്ധ വൈഷ്ണവന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കും, ഒറ്റയൊന്നില്ലാണ്ട് നശിപ്പിക്കും മറ്റവർ വന്നിട്ട്. അതുകൊണ്ട് നമ്മൾ ധർമ്മശാസ്ത്രം എന്ന് പറയുമ്പോൾ ആചാര്യന്മാർ പറഞ്ഞു തന്ന സമ്യക്കായത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വൈഷ്ണവരുടെ കൂട്ടത്തിൽ പോകുമ്പം ഭസ്മം മായ്ക്കൊന്നുമില്ല. നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ പോകും. അവരെ ചേർത്ത് പിടിക്കും, അവരെ കെട്ടിപ്പിടിക്കും. എന്നേക്കാൾ സീനിയറായിട്ടുള്ള വൈഷ്ണവ സന്യാസിയെ കണ്ടാൽ ഞാൻ നമസ്കരിക്കും. പക്ഷേ അവരുടെ ആശയങ്ങൾ പൂർണ്ണമായി അത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അംഗീകരിക്കില്ല. ഞാൻ ശാക്തേയരുടെ അടുത്ത് പോകും. അവർ മാംസം വെച്ച് പൂജിക്കുന്നവരാണ്, അവർ മദ്യം വെച്ച് പൂജിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ അവരെ നിന്ദിക്കില്ല, അവരെ ഞാൻ ആദരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം ചേർന്നതാണ് ഹിന്ദുധർമ്മം.